ഹായ്, എല്ലാവർക്കും ഷെറീസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ മാഞ്ഞാലിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാ ബിരിയാണി പോലെ ദമ്മാക്കിയിട്ടല്ല വെക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് ക്ലീനാക്കി കട്ടാക്കി ഇനി അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25% വേവാക്കി എടുക്കുക കേട്ടോ. അതായത് ഹാഫ് വേവ് പോലും ആവണ്ട, കാരണം ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇതാ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ പീസ് മാത്രം അതിലെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആയതിൻ്റെ ശേഷം ആ ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ഒരു 3 ഉള്ളി നേരിയതാക്കി കട്ടാക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കേൾക്കുന്നവർക്ക് മുഷിച്ചിലുണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. വലിച്ചു നീട്ടിയുള്ള സംസാരം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം ഒരു 4-5 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചതക്കിയതും 2 പച്ചമുളക് ചെറുതായി കട്ടാക്കിയതും അതുപോലെ ഒരു 2 തക്കാളി നേരിയതായി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതാ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒരു നാരങ്ങേൻ്റെ ഹാഫ് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ഇടുക കേട്ടോ. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പൗഡേഴ്സ് ഇടണം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ കട്ടാക്കി വെച്ച മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിന ഇല ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് വെക്കാനായിട്ട് ഞാനിതാ ഒരു കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളി ഇതാ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പട്ട, ബേ ലീഫ്, ഏലക്കായ, ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെരിഞ്ജീരകത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ അത് കഴുകി ഇട്ട് കൊടുത്ത് ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയും കൂടെ ഒഴിച്ചിട്ട് അവസാനം നമ്മുടെ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിൽ അടിച്ചാൽ നമ്മുടെ റൈസ് ഇതാ ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് കറി ഒഴിക്കുന്ന കുഴിയുള്ള പാത്രം ഉണ്ടല്ലോ, ഹാഫ് പ്ലേറ്റ്, അതിലേക്ക് ആദ്യം നമ്മുടെ ഈ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇങ്ങനെ ഇടകലർത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ റൈസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ കഴിക്കാൻ ആവശ്യമായ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി കൊടുത്താൽ അടിപൊളി ഷേപ്പിൽ കണ്ടില്ലേ, അങ്ങനെ ആയി കിട്ടും കേട്ടോ. ഇനി ഇതാ നമ്മുടെ മസാല ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ സാധാ ബിരിയാണി പോലെ തന്നെ മസാല മിക്സ് ആക്കിയിട്ട് റൈസ് കഴിക്കുക. ഇനി അതല്ല മസാല ഇഷ്ടമില്ലാത്തവർക്ക് റൈസ് മാത്രമായിട്ടാണ് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പം മാഞ്ഞാലി ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെറീസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.